ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദേവാങ്കന ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് LBS അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ ഇനി LBSന് വേണ്ടി കാത്തു നിൽക്കണമെന്നും അതേപോലെ തന്നെ 6th അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോർ ഏതാണെന്നും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ LBS സൈറ്റിൽ വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ചും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഏതാണ് നെക്സ്റ്റ് വീഡിയോ വേണ്ടതെന്നും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ആദ്യം തന്നെ LBS വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ആ ഒരു കാര്യം ഞാൻ പറയാം. BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ BSc കാർഡിയോവാസ്കുലർ ടെക്നോളജിക്ക് ഓപ്ഷൻ സമർപ്പിക്കുന്നതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻ സമർപ്പിച്ചവർക്ക് ആവശ്യമുള്ള പക്ഷം ഓപ്ഷനിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതായത് ആലപ്പുഴ ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ നമുക്ക് BSc കാർഡിയോവാസ്കുലർ ടെക്നോളജിക്ക് അപേക്ഷിക്കാനുള്ളൊരു ചാൻസ് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ കാർഡിയോവാസ്കുലർ ടെക്നോളജി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോയി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ളത്, ഇത്ര അലോട്ട്മെൻറ്റ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ കൊടുത്തു എന്നിട്ടും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും കിട്ടാത്ത കുട്ടികൾ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കണോ, അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കണോ എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇത് ഞാനിപ്പോൾ പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, കുറേ കുട്ടികൾക്ക് ഇപ്പോൾ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. LBS അലോട്ട്മെൻറ്റിൽ ഇപ്പോഴും അഡ്മിഷൻ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ കുട്ടികൾ കാണും. അതായത് LBSൻ്റെ കീഴിൽ വരുന്ന ഏകദേശം എല്ലാ കോളേജിലും ഇപ്പോൾ മാക്സിമം സീറ്റ് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ കാത്തിരിക്കണമെന്നുള്ള ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ കറക്റ്റായിട്ട് പറയാം. നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. LBS വെബ്സൈറ്റിലെ ആ 3 ലൈൻസിൽ പ്രസ് ചെയ്ത് അലോട്ടഡ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സും അതേപോലെ കോളേജും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വേക്കൻസി ലിസ്റ്റ് നോക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇപ്പോൾ മാക്സിമം സീറ്റ് ഫില്ലായിട്ടുണ്ട്. നിങ്ങൾക്ക് വേക്കൻസി സീറ്റിൻ്റെ ആ ഒരു ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇൻഡെക്സ് സ്കോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 256 ആ ഒരു ഇൻഡെക്സ് സ്കോർ ഉള്ളവർ ഒക്കെ കാണും. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഏകദേശം കിട്ടിക്കാണും. ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിലും നമുക്ക് ചാൻസ് ഉണ്ട് എന്ന് പറയാം. ഇനിയും ചിലപ്പോൾ മാക്സിമം സീറ്റ് ഇപ്പോൾ തന്നെ ഫില്ലായി, ഇനി എത്ര അലോട്ട്മെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇനിയും സീറ്റ് കിട്ടാത്തവർ ഒരു സെക്കൻഡ് ഓപ്ഷൻ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സസ് അല്ലെങ്കിൽ ഈ ഒരു BSc നേഴ്സിംഗ് നമുക്ക് കേരളത്തിലല്ലാതെ നമുക്ക് പുറത്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ പുറത്തോട്ടൊക്കെ ബാംഗ്ലൂർ, ചെന്നൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ അഡ്മിഷൻ ക്ലോസ് ആയി കാണും. എന്നാൽ നിങ്ങൾക്ക് BSc നേഴ്സിംഗ് അതേപോലുള്ള കോഴ്സുകളാണ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും LBSൽ ഇൻഡെക്സ് സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ ആ ഒരു സ്ഥലത്തൊക്കെ നിങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ PNC MAക്ക് അതേപോലെ CPAS അതേപോലെ AMCS FNCKയിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് ഒക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾ അതും കൂടി നോക്കി വെക്കുക. ഇപ്പോൾ തന്നെ ഏകദേശം അലോട്ട്മെൻറ്റൊക്കെ അതിൻ്റെ അകത്തും 3rd അലോട്ട്മെൻറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ വേക്കൻസി ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേക്കൻസി ലിസ്റ്റ് നിങ്ങളൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് മെറിറ്റ് വരുമ്പോൾ ഇൻഡെക്സ് സ്കോർ കുറച്ച് നല്ല ഇൻഡെക്സ് സ്കോർ ഉള്ളവർക്കേ അവർ കൊടുക്കാൻ ചാൻസ് ഉള്ളൂ. അവർ അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ കൊടുക്കാനായിട്ട് ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്ത് വെക്കുക. ഇനി നിങ്ങളൊരു സെക്കൻഡ് ഓപ്ഷൻ, ഇതുവരെയും ഒരു അലോട്ട്മെൻറ്റിലും കിട്ടാത്തവർ ഒരു സെക്കൻഡ് ഓപ്ഷൻ നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, 7th അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ October 5th വരെയാണുള്ളത്. എല്ലാവരും തന്നെ October 5th തന്നെ അപ്ലൈ ചെയ്യുക. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് October 7th. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 234 ഇൻഡെക്സ് സ്കോർ ഉള്ള കുട്ടിക്ക് കിട്ടിയെന്നുള്ളത്. എന്ന് വിചാരിച്ച് നിങ്ങൾ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുക. അത് കമ്മ്യൂണിറ്റി റിസർവേഷൻ വഴിയാണ്
ആ ഒരു കുട്ടിക്ക് 234 ഇൻഡെക്സ് സ്കോർ ഉള്ള ആ ഒരു കുട്ടിക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിയത്. അപ്പോൾ വേറൊരു കുട്ടിയുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ വഴിയാണ് ഈ ഒരു കുട്ടി അലോട്ട്മെൻറ്റിൽ കയറിയിട്ടുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 234 ഇൻഡെക്സ് സ്കോർ ഉള്ളവർക്ക് കിട്ടാൻ വളരെയധികം ചാൻസ് കുറവാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. കമ്മ്യൂണിറ്റി റിസർവേഷൻ വഴി കിട്ടിയ ആ ഒരു ഇൻഡെക്സ് സ്കോറാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കാര്യമെന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ 6th അലോട്ട്മെൻറ്റ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 7th അലോട്ട്മെൻറ്റാണ് വരാനിരിക്കുന്നത്. ഇനിയും വരുന്ന ഓരോ അലോട്ട്മെൻറ്റിലും നമ്മൾ പുതിയ കോളേജ് ഓപ്ഷൻസ് ആയിരിക്കും വെച്ച് കൊടുക്കേണ്ടത്. കോളേജ് ഓപ്ഷൻസ് നമ്മൾ മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം. അല്ലാതെ നമ്മൾ പഴയ വെച്ച ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതല്ല. നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കോളേജ് ഓപ്ഷൻസ് നമ്മൾ പുതുതായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം തന്നെ മാക്സിമം കോളേജിലും സീറ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് കോളേജിലോട്ട് മാത്രമേ സീറ്റ് വേക്കൻസീസ് ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു കോളേജിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4 or 5 സീറ്റ്, ഏകദേശം അത്രയും സീറ്റ് നമുക്ക് ഇനിയും കാണുള്ളൂ. അപ്പോൾ ഈ ഒരു സീറ്റിലേക്കായിരിക്കും ഇനി അവർ അലോട്ട്മെൻറ്റ് വെക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കുന്ന ആ ഒരു കോളേജിൽ സീറ്റ് വേക്കൻസീസ് ഉണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തുക. നിങ്ങളത് ചെക്ക് ചെയ്യണം. കാരണം ഇപ്പോൾ നിങ്ങൾ സീറ്റ് വേക്കൻസി ഇല്ലാത്തൊരു കോളേജിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു അഡ്മിഷൻ കിട്ടാനായിട്ട് നമുക്ക് പിന്നെയും ലാഗ് വരും. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷനൊക്കെ വെക്കുമ്പം നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ആയാലും സെക്കൻഡ് ഓപ്ഷൻ ആയാലും ഒക്കെ വെക്കുമ്പോൾ നിങ്ങൾ സീറ്റ് വേക്കൻസി ഉള്ള കോളേജാണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഓപ്ഷൻസ് വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 7th അലോട്ട്മെൻ്റ് ആണെങ്കിലും ഇനിയും നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്നുണ്ടെങ്കിലും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ നോക്കി കറക്റ്റായിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കോളേജസിലും സീറ്റൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു കോളേജിൽ നോക്കുകയാണെങ്കിൽ 3-4 സീറ്റുകൾ വരെ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ സീറ്റ് വേക്കൻസി നോക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി October 5th വരെ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ 7th അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. October 7th തന്നെ 7th അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ആവുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് ഞാൻ എന്താണ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഇൻഡെക്സ് സ്കോർ നോക്കുക. നിങ്ങൾ വേക്കൻസി സീറ്റുകളൊക്കെ നോക്കി ആ ഒരു ഇൻഡെക്സ് സ്കോർ ലാസ്റ്റ് പോയേക്കുന്നത് എവിടം വരെയാണെന്നൊക്കെ നോക്കുക. ഇനിയിപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഓപ്ഷൻ നോക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ബൈ.